നിങ്ങൾക്കറിയായിരിക്കും കുറച്ച് പേർക്കെങ്കിലും ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ്. അയൺ ആൻഡ് സ്റ്റീലിന്റെ ബിസിനസ്സാണ് എനിക്കുള്ളത്. സോ ആ ബിസിനസ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് സമൂഹത്തിന് വേണ്ടിയിട്ട് വികസനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ട് പോകുന്ന നമ്മൾ ബിസിനസ് പരമായിട്ട് സാബുചേട്ടൻ്റെ ഫാമിലിനെയും എല്ലാവരും നമ്മൾ അറിയണതാണ്, വളരെ അടുത്ത് അറിയുന്നതാണ്. സോ അപ്പോൾ അതുമായിട്ട് പോകുമ്പോൾ എൻ്റെ അങ്കമാലിയിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? സ്വാമിയും നമ്മൾ കമ്മിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. ഇനി രണ്ട് പേരെ കൂടി പരിചയപ്പെടുത്താനുണ്ട്. അവര് പ്രധാന മിനിറ്റുകൾക്കുള്ളിൽ വരും. എന്താ നമുക്ക് വേറെ എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? നമ്മളിപ്പോ 8 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജില്ലയിലെ 3 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. തൃപ്പൂണിത്തുറയിൽ ഇന്ന് പ്രഖ്യാപിക്കും. ഇതില് പല വിധത്തിലുള്ള അഭ്യൂഹങ്ങൾ, അതായത് ഞാൻ മൂവാറ്റുപുഴയിൽ മത്സരിക്കും, അതുപോലെ പെരുമ്പാവൂർ മത്സരിക്കും, അതിനുശേഷം തൃപ്പൂണിത്തുറയിൽ ഈ അടുത്തിടയ്ക്ക് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുമെന്നെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയാകാനോ MLA ആകാനോ മന്ത്രിയാകാനോ അല്ല. ഈ നാടിന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, അതിനൊരു പരിഹാരം കണ്ടെത്തുക, അതിന് സ്ഥിരമായിട്ടൊരു പരിഹാരം നമുക്കുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യം, അധികാരത്തിനും പണത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ആവരുത് ഒരു രാഷ്ട്രീയക്കാരൻ. അപ്പോൾ ഇന്നും ഈ തവണ മത്സരിക്കാത്തതിൽ കൂടി ഞാൻ തെളിയിക്കുന്നത് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള താല്പര്യങ്ങൾ എനിക്കില്ല എന്നുള്ളതാണത്. അല്ല, അതിപ്പോ സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വവും എല്ലാം ഇതിനെപ്പറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ഇല്ല എന്നുള്ള കാര്യം ഞാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തൃപ്പൂണിത്തുറയ്ക്കുള്ള സ്ഥാനാർത്ഥിയാണ് എൻ്റെ അടുത്തിരിക്കുന്ന അഞ്ജലി നായർ. നമുക്കറിയാം, ഇനിയിപ്പോ തൃപ്പൂണിത്തുറയുടെ ആ ഒരു സംശയം, സാബു ജേക്കബ് മത്സരിക്കുമോ എന്നുള്ള ആ സംശയം ഇതോടുകൂടി ഇല്ലാതെയാകുകയാണ്. അപ്പോൾ നമുക്കറിയാം, അഞ്ജലി നായരെ പറ്റി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങളില്ല. മലയാളം മാത്രമല്ല, തമിഴ്, തെലുങ്ക്, സംസ്കൃതം എല്ലാ സിനിമാ രംഗത്തും അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലും തമിഴിലും ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുണ്ട്. പുലിമുരുകൻ, ദൃശ്യം 2 ഒപ്പം തുടങ്ങി 157 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അതിനേക്കാളൊക്കെ ഉപരി ഒരു സംരംഭകയാണ്, ചില ബിസിനസ്സുകൾ ചെയ്യുന്നു. അപ്പോൾ ഒരു ഗിഫ്റ്റിംഗ് കമ്പനിയുടെ സ്ഥാപകയാണ്. ഇനി ഇപ്പോ നമ്മുടെ ഏറ്റുമാനൂർ വീണ നായരിനെ പറഞ്ഞ പോലെ തന്നെ, വീണ നായരുടെ ഒരു പ്രത്യേകത, അവിടെ ആ സ്ഥലത്ത് തന്നെ ജനിച്ചു വളർന്ന ഒരാളെയാണ് ഞങ്ങൾ ഏറ്റുമാനൂരിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അഞ്ജലി നായറും തൃപ്പൂണിത്തുറ തന്നെ ജനിച്ച് അവിടെ വളർന്ന് അവിടെ പഠിച്ചു വളർന്ന് തൃപ്പൂണിത്തുറക്കാരുടെ മനസ്സ്
പൂർണ്ണമായിട്ടും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അഞ്ജലിയെ ഞങ്ങൾ തൃപ്പൂണിത്തുറയ്ക്ക് വേണ്ടി മാത്രമായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും തൃപ്പൂണിത്തുറക്കാരുടെ മനസ്സറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥിയാണ് അഞ്ജലി നായർ. അത് തൃപ്പൂണിത്തുറക്കാർ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറ ഇന്ന് നേരിടുന്ന അല്ലെങ്കിൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ അഞ്ജലിക്ക് സാധിക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തത്. താങ്ക് യു സർ. അവിടെ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനൊരു കാര്യം പാർട്ടി ആവശ്യപ്പെട്ടപ്പം അത് തൃപ്പൂണിത്തുറ ആയിരിക്കും എന്നുള്ള ഒരു സൂചന പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇന്നലെ സാബു സാറും പാർട്ടിയും ഇതിനോട് പറഞ്ഞപ്പം എന്താ പറയുക, ഇത് ലോകത്തോട് അപ്പം തന്നെ എനിക്ക് വിളിച്ചു പോകണം എന്നുള്ളൊരു അത്രയും വലിയൊരു ആഗ്രഹത്തിൽ പ്രാർത്ഥനയിൽ ഇരിക്കുകയായിരുന്നു. എൻ്റെ അച്ഛന് ഏറ്റവും കൂടുതൽ സന്തോഷമാവുന്ന ഒരു കാര്യമാണിത്. പറയാൻ വാക്കുകളില്ല. തൃപ്പൂണിത്തുറയിലുള്ള എല്ലാ ജനങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും. അവരുടെ എല്ലാവരുടെയും വീട്ടിലൊരു മകളെ പോലെ അവരുടെ പ്രശ്നങ്ങളെല്ലാം എൻ്റെ അടുത്ത് പറയാം. ഞാനതിന് പരമാവധി എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അവരുടെ വീട്ടിലൊരു അംഗത്തെ പോലെ ഞാൻ അവരോടൊപ്പം ഉണ്ടാകും, ഉറപ്പ്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ഇത് ആദ്യമായിട്ടാണ്. ഒരുപാട് രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ ഇരിക്കുന്ന വേദിയിൽ പല പരിപാടികളുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പൊ പറയുന്നത് പോലെ തന്നെ ബിസിനസ് ആയതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടിക്കാരിലും എല്ലാവരിലും സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയപ്പോൾ ഒന്നും ചിന്തിച്ചില്ല. അച്ഛന് എപ്പോഴും എന്നെ ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയക്കാരിയായിട്ട് കാണാൻ ചെറുതിലേ മുതൽ അച്ഛന്റെ മാത്രം ആഗ്രഹമാണ്. അപ്പൊ അച്ഛന്റെ മുഖം മാത്രമേ എനിക്ക് ഓർമ്മ വന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ ഭർത്താവിന്റെ അനുവാദം വാങ്ങി മോളുമായിരുന്നു. നിലപാടുകളൊന്നുമില്ല. എല്ലാവർക്കും നല്ലത് വരിക, നന്മയായിട്ടത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇല്ല, രാഷ്ട്രീയ പശ്ചാത്തലമായിട്ട് അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഏത് പാർട്ടി നല്ലത് ചെയ്യുമ്പോഴും അത് പറഞ്ഞ് ഉയർത്തി കാണിക്കുക, നല്ലത് പറയുക, നല്ലത് ചെയ്യുക, നന്മയോടുകൂടി എല്ലാവർക്കും വികസനത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്നുള്ളത് മാത്രമാണ്. അതെ, തീർച്ചയായിട്ടും. സർപ്രൈസ് ആയിപ്പോയത് തൃപ്പൂണിത്തുറയിൽ അല്ലേ, പെട്ടെന്ന് അത് NDA A ക്ലാസ് മണ്ഡലമായിട്ട് കരുതുന്ന ഒരു സ്ഥലത്ത് അഞ്ജലിയിൽ വലിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു എന്നുള്ളതാണോ സ്വാഭാവികം? ഇതില് നമുക്ക് ഈ പഴയ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ചില മണ്ഡലങ്ങൾ A ക്ലാസ്, ചിലത് B ക്ലാസ്, C ക്ലാസ്. എല്ലാ മണ്ഡലങ്ങളെയും A ക്ലാസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇത്തവണത്തെ 2020യുടെയും BJPയുടെയും NDAയുടെയും ലക്ഷ്യം. അപ്പൊ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് എറണാകുളം ജില്ലയില് ഞങ്ങള് 6ഓളം നിയോജക മണ്ഡലങ്ങള് ഇന്ന് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റിയിലാണ് ഇട്ടിരിക്കുന്നത്. അതിലൊരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അപ്പോ ഒരു മണ്ഡലത്തെയും ഞങ്ങൾ കുറച്ച് കാണുന്നില്ല. പക്ഷെ കഴിഞ്ഞ തവണ BJP വളരെയധികം ഒരു നേട്ടമുണ്ടാക്കിയ ഒരു നിയോജക മണ്ഡലമാണ്. അതുകൂടാതെ അവിടെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഒട്ടനവധി നേട്ടമുണ്ടാക്കിയതാണ്. 2020 തൃപ്പൂണിത്തുറയുടെ വിവിധ ഭാഗങ്ങളിൽ, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി കൂടാതെ മരട് തുടങ്ങി മറ്റുള്ള എല്ലാ മേഖലകളിലും വലിയൊരു സാന്നിധ്യമുള്ളൊരു ഇതാണ്. അപ്പോൾ NDA സംബന്ധിച്ച് ഇന്ന് എറണാകുളത്ത് ഏറ്റവും ഷുവർ സീറ്റായിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് തൃപ്പൂണിത്തുറ. അങ്ങനെയുള്ളൊരു സീറ്റിൽ തൃപ്പൂണിത്തുറക്കാരിയായിട്ട് തൃപ്പൂണിത്തുറയിൽ ജനിച്ച് വളർന്ന് അവിടെ പഠിച്ച് വളർന്ന ഒരാളെ തന്നെ ഞങ്ങൾ കണ്ടെത്തുകയാണ് ഉണ്ടായത്. ആകെ 14 സീറ്റുള്ള എറണാകുളം ജില്ലയിൽ 9 സീറ്റുകളും 2020 കൊടുത്തു എന്നാണ് BJPക്ക് ഉള്ളിലെ തന്നെ രാഷ്ട്രീയ പരിശ്രമം. അല്ല, അതിലൊന്നും നമ്മൾ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ തവണ നമുക്കറിയാം എറണാകുളം ജില്ലയിൽ 2020 8 നിയോജക മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചതാണ്. ആ സ്ഥലത്ത് ഒരു സീറ്റ് കൂടി കൂടുതലായിട്ട് വന്നു എന്നേ ഉള്ളൂ. കാരണം 2020യെ സംബന്ധിച്ച് ഏറ്റവും ശക്തി
കൂടിയ ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പരിഗണന ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണത്. അപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ല, അവിടെ BJPയുടെ ശക്തി കേന്ദ്രമാണ്. അവിടെ കൂടുതൽ സീറ്റുകളിൽ BJPയാണ് മത്സരിക്കുന്നത്. BDJSന് എവിടെ ശക്തിയുണ്ടോ അവിടെങ്ങളിൽ BDJS മത്സരിക്കുന്നു. അപ്പം അതിൽ പ്രത്യേകതയായിട്ട് ഒന്നും കാണുന്നില്ല. അത് പാർട്ടിയുടെ ഉന്നത തലത്തിൽ എല്ലാവരും കൂടി ആലോചിച്ചെടുത്ത ഒരു തീരുമാനം തന്നെയാണത്. അല്ല, ഞങ്ങൾ ഇപ്പോൾ എവിടെയൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ ഏറ്റവും ആദ്യം അനൗൺസ് ചെയ്ത കുന്നത്തനാടിലാണത്. കുന്നത്തനാടിൽ ബൂത്ത് തല കമ്മിറ്റികൾ വരെ പൂർത്തിയാക്കി, ചുമരെഴുത്തുകൾ, അങ്ങനെ എല്ലാ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ അനൗൺസ് ചെയ്ത എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തനം സജീവമായിട്ട് നടക്കുന്നു. അല്ല, തീർച്ചയായിട്ടും വിവിധ പരിപാടികളിൽ ഇതിലിപ്പോ ഒരു കാര്യമെന്ന് പറയാൻ പറ്റില്ല. അത് പോസ്റ്ററുകളായാലും ചുമരെഴുത്തായാലും ഫ്ലെക്സുകളായാലും അങ്ങനെ വിവിധ തലത്തിലാണല്ലോ നമ്മൾ അതിന്റെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ല, നമ്മളിപ്പോ രാഹുൽ ഗാന്ധി എങ്ങനെ വയനാട് വന്നു? അല്ല, അത് ഞങ്ങൾ അല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിച്ചു, ആർക്കും ഒരു പരാതി ഉണ്ടായില്ല, അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അഖിൽ മാരാറിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമുള്ളത്, അദ്ദേഹം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവിടെയാണ് സ്ഥിരമായിട്ട് വീട് മേടിച്ച് താമസിക്കുന്നത്. അദ്ദേഹം ഇന്ന് കൊട്ടാരക്കരക്കാരനല്ല, ഇന്ന് തൃക്കാക്കരക്കാരൻ തന്നെയാണത്. ആ തൃക്കാക്കര മണ്ഡലത്തിൽ സ്വന്തമായി വീട് മേടിച്ച് അവിടെ താമസിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ 100% അതാത് മണ്ഡലങ്ങളിൽ നിന്ന് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധ്യമാവില്ല. അങ്ങനെയാണെങ്കിൽ കണ്ണൂരിലുള്ള എല്ലാ ആളുകളും തിരുവനന്തപുരത്ത് പോയല്ലേ മത്സരിക്കുന്നത്? പക്ഷെ ഞങ്ങൾ കഴിയുന്നതും പരമാവധി ശ്രമിച്ചിരിക്കുന്നത് അതാത് മണ്ഡലങ്ങളിൽ ഉള്ള ആളുകളെ അവിടെ കണ്ടെത്തി മത്സരിപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അഖിൽ മാരാറ് കാക്കനാട് അവിടെ താമസിക്കുന്നു, ആ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്ഥിരതാമസം അവിടെയാണ്. വോട്ട് പിടിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ശ്രദ്ധാകേന്ദ്രമായ മണ്ഡലത്തെ മാറ്റുക എന്നുള്ളതാണ് ഈ സെലിബ്രിറ്റികളെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇത് രണ്ടുമല്ല, വിജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ലാതെ ജസ്റ്റ് വോട്ട് പിടിക്കുക, അവിടെ ഒരു പ്രശസ്തി ഉണ്ടാക്കുക, അതല്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ മത്സരിക്കുന്നത്. കാരണം വിവിധ മേഖലകളിൽ നിന്ന്, ഇപ്പൊ നമ്മൾ രണ്ടാമത് കണ്ട ആളുകൾ, രണ്ടാമത്തെ അങ്കമാലി വേറൊരു ബിസിനസ് സ്ഥലത്തു നിന്ന് വന്നിരിക്കുന്നതാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അപ്പൊ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ 20 പേരെ എടുത്തു കഴിഞ്ഞാൽ 20 വ്യത്യസ്ത തലങ്ങളിൽ അവരുടെ കഴിവുകൾ തെളിയിച്ചിരിക്കുന്ന ആളുകളെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അല്ല, അതൊക്കെ ഇപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണത്. ഇപ്പോ ഇത് സിനിമയായിട്ട് കൂട്ടി ഇണക്കേണ്ട കാര്യമില്ല. കാരണം ഇതിൽ നമ്മൾ നോക്കുന്നത്, നമുക്ക് അവരവരുടെ മേഖലകളിൽ അവരവരെ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ്, അവർക്ക് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് ആ മേഖലകളിൽ ചിലപ്പോൾ ഇറങ്ങി നിന്നിരിക്കും. അതിനൊക്കെ ഉത്തരം ഇവരാണ് പറയേണ്ടത്. അഞ്ജലി അമ്മ താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗമാണ്. അപ്പോ അതിൽ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അത് ഈ രാഷ്ട്രീയത്തിലും കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ ഒരു ഏകോപനമൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും പൊതുവെ സ്ത്രീകൾക്കൊരു മൾട്ടി ടാസ്കിങ് പവർ ഉള്ളതാണല്ലോ, എബിലിറ്റി ഉള്ളതാണല്ലോ. അപ്പൊ അതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ 2 പെൺകുഞ്ഞുങ്ങളുടെ അമ്മയുമാണ്. അപ്പൊ അവർക്കും ഒരു വിഷമം തട്ടാത്ത രീതിയിൽ അവരുടെ കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങളും ഇപ്പൊ ഈ 2020 നമ്മുടെ തൃപ്പൂണിത്തുറ എന്ന എനിക്ക് തന്ന അമ്മയും അച്ഛനും തുല്യമായിട്ടുള്ള ആ ഒരു സ്ഥലം പോലും എന്റെ ഉള്ളിൽ, കൈക്കുള്ളിൽ ഭദ്രമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഈ വരുന്ന 2020 ഭാഗമായിട്ടാണോ അതോ അംഗത്വം എടുത്തിട്ടാണല്ലോ അല്ലെ? അതെ, എല്ലാവരും അതിൽ അംഗത്വം എടുത്ത് തന്നെയാണ് അതിൽ മത്സരിക്കുന്നത്. 2020 രൂപീകരിച്ചിട്ട് 13 വർഷത്തോളായില്ല.
പക്ഷേ 2020 ആസ്ഥാനമായ കുന്നത്തുനാട്ടിൽ പോലും പുറത്തുനിന്ന് വന്ന ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. മറ്റ് മണ്ഡലങ്ങളിലേക്ക് സെലിബ്രിറ്റി മത്സരിക്കുന്നു. 2020 നിന്ന് ഒരാൾ പോലും വളർന്നു വന്നിട്ടില്ല എന്നത്. നമുക്ക് ഈ കുന്നത്തുനാട് എന്ന് പറയുന്നത് സംവരണ മണ്ഡലമാണത്. കഴിഞ്ഞ 2-3 ടേമുകളായിട്ട് സംവരണ മണ്ഡലമാണത്. അപ്പോൾ ഈ സംവരണ മണ്ഡലത്തില് കുന്നത്തുനാട് മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഈ സ്ഥാനാർത്ഥികൾക്ക് അതാത് പ്രദേശങ്ങളിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഇവിടെ ഇപ്പോ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്മാരായിട്ടിരുന്ന ആളുകൾ, ബ്ലോക്ക് പ്രസിഡന്റ്മാരായിട്ടിരുന്ന ആളുകൾ, അങ്ങനെയുള്ള പല ആളുകളും 2020 വളർന്നു വന്നിട്ടുണ്ട്. പക്ഷെ ഒരു MLA എന്നുള്ള രീതിയിൽ മത്സരിക്കാൻ ഉള്ള ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടെത്തിയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു, അത്രയേ ഉള്ളൂ. അത് വളരെ യാദൃച്ഛികമായിട്ട് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞതാണ്. അതെങ്ങനെയാണ് ആ സാഹചര്യം ഉണ്ടായത് എന്നുള്ളത്. എൽദോ കുന്നപ്പള്ളിയുടെ കാര്യം ഞാൻ എങ്ങനെയാ പറയാ? അത് കോൺഗ്രസ് നേതാക്കന്മാരോടാ ചോദിക്കേണ്ടത്. അതായത് കോൺഗ്രസിൽ സീറ്റ് കിട്ടാത്ത ആളുകളെ കുടിയേറി പാർക്കുന്ന ഒരു പാർട്ടിയല്ല 2020. അത് അവരുടെ കയ്യിലിരിപ്പൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ട് വേണം നമ്മൾ ആളുകളെ എടുക്കാനായിട്ട്. അടുത്തത് ലക്ഷ്മിപ്രിയയാണ്. അതെങ്ങനെ നിങ്ങൾ ഇത് ചെയ്തു? നീ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ അവിടെ? ഇനി ലക്ഷ്മിപ്രിയ എവിടെയോ ബ്ലോക്കിൽ പെട്ടുവെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിനി ഇന്നത്തെ ഒരു പ്രത്യേക ഒരു പ്രധാന അതിഥിയായിട്ടുള്ളത് ലക്ഷ്മിപ്രിയ. 2005 നരൻ എന്ന ഹിറ്റ് സിനിമയിലൂടെ സിനിമാ ജീവിതം തുടങ്ങിയ ഒരു ആക്ട്രസാണ്. 245-ലധികം സിനിമകളിൽ അഭിനയിച്ചു. ആ സിനിമയുടെ സംഘടനയായ അമ്മയുടെ വൈസ് പ്രസിഡന്റാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് BJPയുടെ പ്രചരണ വേദികളിൽ തിളങ്ങിയ ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ലക്ഷ്മിപ്രിയ മത്സരിക്കുന്നത് പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലാണ്. അപ്പോ പെരുമ്പാവൂരിന്റെ ഏറ്റവും ഒരു ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം കൊണ്ടുവരാനും അവിടെ വിജയിക്കാനും സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ലക്ഷ്മിപ്രിയ. അതിന് യാതൊരു സംശയവുമില്ല. അപ്പോ ഇനി എന്താ പറയാൻ പറയാം? ഒരുപാട് സന്തോഷം. 2020 കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ തൃക്കാക്കരയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ 2020 അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ അടുത്ത് നിന്ന് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അപ്പോ എന്താ പറയാ, ഇങ്ങനൊരു ഇൻവിറ്റേഷൻ കിട്ടിയപ്പോ ഒരുപാടൊന്നും എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല. കാരണം പൊതുപ്രവർത്തന രംഗം എന്ന് പറയുമ്പോൾ നമ്മൾ പോയിട്ട് വോട്ട് ചോദിക്കുമ്പോൾ ആദ്യം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവണം എന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. ഇപ്പൊ 2020 സംബന്ധിച്ച് വലിയൊരു പാത 2020 ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളുടെ ഏറ്റവും മികച്ച, കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മാതൃകയാണ് കിഴക്കമ്പലം പഞ്ചായത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് മോദിജി എന്താണോ ഭാരതത്തിന് വേണ്ടിയിട്ട് ഭാരതമൊട്ടാകെ ചെയ്തു വെച്ചിരിക്കുന്നത്, അപ്പം 2020 NDAയുടെ ഭാഗമായി അപ്പോ വികസന പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും 2020യുടെ ഒരു വലിയ പങ്കാളിത്തം ഭാരതമെമ്പാടും കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ അതിൽ ഞാനും ഒരു ഭാഗമാകുമ്പോൾ എനിക്കും ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസവും സന്തോഷവും അഭിമാനവും ഒക്കെയുണ്ട്. ശരിക്കും കായംകുളമാണ്, ആലപ്പുഴയാണ്. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് തൃപ്പൂണിത്തുറയാണ്. ഇനി പെരുമ്പാവൂരിലേക്ക്. പക്ഷെ ഒരു 20 മിനിറ്റ്സ് യാത്രയേ ഉള്ളൂ. വീടൊന്നും മാറേണ്ടി വരില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു.
ജയിച്ചു കഴിഞ്ഞാലാ മാറേണ്ടി വരുള്ളൂ. ജയിച്ചു. ബിജെപിയിൽ നേരത്തെ അംഗമായിരുന്നു. അല്ല, ഞാൻ ഇതുവരെ ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. പക്ഷേ ഒരു 10 വർഷമായിട്ട് BJPയുടെ പ്രചരണ വേദികളിലെല്ലാം സജീവമായിട്ട് പങ്കാളിത്തം ഉണ്ടാവാറുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ? റൈറ്റ്. താങ്ക് യു. ബിജെപിയിൽ നിന്നപ്പോ നേരെ 2020 BJP അല്ലല്ലോ, BJPയുടെ വേദികളിലാണ്. വേദികളിൽ, BJPയുടെ വേദികളിലാണ്. ഇന്നൊരു മെമ്പർഷിപ്പിന്റെ കുറവല്ലേ ഉണ്ടായിരുന്നു. BJP മെമ്പർഷിപ്പ് ഒരു പാർട്ടി മെമ്പർഷിപ്പും ഇല്ല. സ്വാഗതം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.